നേരം 3 മണിയൊക്കെ ആയി. നേരം വെളുക്കും. ഉറങ്ങു കുട്ടിയെ. നേരം വെളുത്തിട്ട് ഉറങ്ങി തല കാണും കൂടി നേരം കിട്ടൂല. ഉറങ്ങി കുട്ടി. 1 മണിക്കൂറെങ്കിലും ഒന്ന് ഉറങ്ങാൻ കഴിയൂല. നേരം വെളുത്ത വെറുതെ ഉറങ്ങാൻ കഴിയൂല. ചീത്ത കേൾക്കുള്ളൂ. നേരം വെളുത്ത് 5 മിനിറ്റ് കൂടി ഒന്ന് കിടക്കട്ടെ. ഉറക്കം വന്നിട്ട് വെച്ചാൽ തലവേദന കാതില്ല. എടി റസിയ, റസിയ. ആ വാതിലറന്ന. ഓക്ക് മാത്രം നേരം വെളുത്തിട്ടില്ല. എപ്പോഴും സൂര്യൻ മൂട്ടിൽ ഉച്ചക്കണം, എന്നാലും ഓക്ക് നീച്ചാനായിട്ടില്ല. കുട്ടിനെ ഉറക്കാറിനങ്ങാണ്ട് അവിടെ കിടന്നാണ്ട് ഉറങ്ങിക്കോളും. ഇവിടുത്തെ പണിയൊന്നും പിന്നെ വേറെ ആരെങ്കിലും വന്ന് എടുക്കുവോ? നീച്ചൂടങ്ങട്ടെ. എന്താ വരമ്മ. ഇങ്ങനെ ഉണ്ടാകുക പെണ്ണുങ്ങൾ? നേരം വെളുത്താല് കിടന്ന് ഇങ്ങനെ ഉറങ്ങിക്കോളും. വല്ലാത്തൊരു സാധനം തന്നെ. ഞാൻ ഇങ്ങനെ രാവിലെ വന്ന് ഇവിടെ ഇങ്ങനെ അലക്കണം നീച്ചാണെങ്കിൽ. നീച്ചൂടെ അങ്ങട്ടെ. തലവേദന പോട്ടെ, അല്ലെങ്കിൽ നീ ചീത്തയും കേൾക്കും. റസിയ, എന്തമ്മ? അല്ലടി, എനിക്ക് ഞാൻ വിളിച്ചാതെ നീച്ചണം എന്നുള്ളത് അറിയില്ല? അതുമ്മ, കുട്ടി രാത്രി ഉറങ്ങുന്നില്ല. നേരം വെളുത്താരതാ അത് ഉറങ്ങിയത്. എന്നിട്ടാ ഞാൻ കിടന്നത്. 5 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പാൾക്ക് നിങ്ങൾ വന്ന് വിളിച്ചും ചെയ്തിരിക്കുന്നു. എന്ത് പറഞ്ഞാലും ഓക്കൊരു ന്യായം ഉണ്ടാകും. എവിടെ ഇല്ലല്ലോ കുട്ടികളൊന്നും. എനിക്ക് മാത്രമൊന്നല്ലേ കുട്ടികളുള്ളത്. ഞാനും 2-3 എണ്ണത്തിനെ വളർത്തിയതാ. എന്റെ കുഞ്ഞോളതാ ഓളിപ്പൊ കെട്ടിച്ചോർത്തല്ലേ. ഓള് കണ്ടില്ലേ 2 എണ്ണത്തിനൊപ്പം നോക്കണുണ്ട്. എനിക്ക് മാത്രം ഒരു ഇത് അറിഞ്ഞങ്ങാണ്ട് ഞാൻ വന്ന് ഇങ്ങനെ മുട്ടണം. ഈ പഠിപ്പ് ഇവിടെ നടക്കൂലട്ടടി. അല്ല, ചായക്കടി 10 ഉണ്ടാക്കാൻ ഇജ്ജ് വിചാരിച്ചിട്ടുണ്ട്. എത്ര കറി ഉണ്ടാക്കുന്നത്? ഞാൻ നല്ല കടല വെള്ളത്തിലിട്ടു. ഇപ്പൊ പുട്ടും കടലയും ഉണ്ടാക്കാം. എന്നാ പുട്ടും കടലയും ഉണ്ടാക്കാം. നോക്കിക്കൂട് പണിയൊക്കെ. നീ ചോറും കൂട്ടാനും ആകണമെങ്കിലേ അസറാങ്ക് കഴിയും. ഇക്കൊലത്തിലാണെങ്കിൽ എടുത്തുകൂട് പണിയൊക്കെ. എടുപ്പ് അതിന്റെ അടിയിൽ ഓടേണ്ടി വരും. കുട്ടി കരിയുണ്ട് അറിഞ്ഞാണ്ട്. അതിന് വേണ്ടിട്ട് ഇജ്ജ് മെല്ലെ എങ്ങനെ എടുക്കണ അറിയാ. അന്റെ സ്വഭാവം ഒന്നും ഇവിടെ നടക്കൂല. നോക്കിക്കൂടാങ്ങട്ടെ. ഓള് മാത്രം മാണിച്ചു ഇവിടെ ഉണ്ടായത്. അവസ്ഥ അവര് മനസ്സിലാക്കാറില്ലല്ലോ. തല പൊട്ടുന്നുണ്ട്. എന്തോ ഉറക്കം വരുന്നുണ്ട്. അടുത്ത പണൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടി നീച്ചു. പിന്നെ ഇവിടെ എനിക്ക് കിടക്കുകയില്ല. ഖദീസാന്റെ മോളെ കല്യാണാണെന്തോ. ഓക്കൊന്നും ഇപ്പൊ നമ്മളൊന്നും വിളിച്ചാൻ വെച്ച ഒരു വലിയ ആളായിക്കണം. ഉമ്മ, എന്താ റസിയ? ഞാനൊന്നേ 2 ദിവസം നിക്കാൻ വേണ്ടിട്ട് വീട്ടിക്ക് പോയിക്കോട്ടെ. എത്താ പറ്റി പറയുന്നത്? ഇജ്ജിപ്പോ ഈ പെറ്റിടന്ന് 3 മാസത്തോളം അവിടെ തന്നെ അല്ലേ? 3 അല്ല, ഇവിടുന്ന് 7 മാസത്തിലാണ് പോയിക്കണല്ലോ. 6 മാസം ഓള് വീട്ടിൽ നിന്നിട്ടോക്ക് ഇപ്പോൾ പൂതി ഇറന്നിട്ടില്ല. എല്ലാത്തൊരു തന്നെ കേട്ടോ. പണിയെടുക്കാൻ മടിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിങ്ങനെ വന്നോളും. വീട്ടിക്കൊന്നും ഇപ്പൊ പോകാൻ പറ്റൂല. പിന്നെ ഇവിടെ വരണ്ടാകും പോയി കഴിഞ്ഞാല്. ഇപ്പം പോണ്ട. എന്തായാലും 1 മാസം കൂടി ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോയിരുന്നോ. അല്ല, പണിയൊക്കെ കഴിഞ്ഞോ? പണിയൊക്കെ കഴിഞ്ഞു. അടിച്ചേരി തുടക്കലും തിരിഞ്ഞു. പിന്നെ ചോറും കൂട്ടാനൊക്കെ ആയി. മീൻ തേച്ച് വെച്ചിക്കണോ? അല്ലെങ്കിൽ നീ നന്നാക്കാതെ തന്നെയാ? മീൻ തേച്ച് വെച്ചിക്കണു.
ഏ കുട്ടീനെ കുളിപ്പിച്ചിട്ടില്ല, ഞാൻ കുളിപ്പിച്ചിട്ടെ, എന്നിട്ട് എനിക്കും കുളിച്ചാണ്. ആ വേഗം നോക്കിക്കൂടി. കുഞ്ഞോളാണല്ലോ. ഹലോ കുഞ്ഞോളെ. വലൈക്കും അസ്സലാം. എത്തൊക്കെ ഉണ്ട് നീ വർത്താനോ? ഇവിടുത്തെ വർത്താനം പറയാ നിക്കാ നല്ലത്. എത്താ എണ്ണി എന്നോട് പറയാണെങ്കില് ഇവിടെ ഉണ്ടല്ലോ എന്റെ ആങ്ങളൊരുത്തിനെ കെട്ടിക്കൊണ്ട് നിക്കണത്. മനസ്സ് എടങ്ങേറായിക്കണ്. പെറ്റാണ്ട് വന്നത് മുതൽക്ക് തുടങ്ങിക്കണു. ഓള് എവിടെയില്ലാത്തമാർക്ക് ഓക്ക് മാത്രമുള്ള ദുനിയാവിലെ ഒരു കുട്ടി. അങ്ങനത്തെ കളിയാണ്. ഞാൻ രാവിലെ ഇങ്ങനെ മുട്ടണം നീച്ചണമെങ്കിൽ, എന്നിട്ടാണെങ്കിൽ ആക്കം പോലെ പണിയെടുത്തും കാട്ടി അസറാൻ കൊടുക്കുമ്പോ ഇവിടെ ചോറുന്നണെങ്കിൽ അക്കോലത്തിലാണ്. ഇപ്പൊ ഉണ്ടെന്നൊരു കുട്ടിനെ കുളിപ്പിച്ചാനാണ് പൊയ്ക്കണം. എത്താ അപ്പൊ പറയാ, എല്ലാത്തൊരു ഇടങ്ങാറ് തന്നെ. ഇപ്പോഴും കുളി കഴിഞ്ഞിട്ടില്ല, നേരെ 3 മണിയായി. ചോറ് കഴിച്ചണെങ്കില് ഞാൻ തിന്നാ നോക്കട്ടെ, അല്ല ഇപ്പൊ എത്താപ്പത് കഥ. ഓളെങ്ങനെ കാത്തു നിന്നാണ്ട്. കുഞ്ഞോളെ, ആരോ വന്നിക്കണ്, ഇതെല്ലാം അടിച്ചു. ഞാൻ നോക്കട്ടെ. ആ പെർമാണിച്ച് ഇപ്പൊ ഒന്നും ഇറങ്ങും തോന്നുന്നില്ല. കുളിച്ചാനാണ് പോയിക്കണ എന്റെ റൂമിക്ക്. എന്നാ ആയിക്കോട്ടെ. വലൈക്കും സലാം. ആ താത്ത നിങ്ങളെ ഇനി എന്തോ ഒരു വെയിലാടി. ഞാൻ കൊറേ ദിവസം ഇങ്ങോട്ട് വരണമെന്ന് ഇങ്ങനെ കരുതുന്നു. പിന്നെ ഓരോ ഇതുകൊണ്ടാണ്ടേ ഉടങ്ങി പോകണതാ. പിന്നെ ഏതായാലും കുട്ടീനെ കാണും ചേച്ചി അന്ന് പെട്ടെന്ന് കണ്ടതാ. ഹോസ്പിറ്റലിൽ വന്ന് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, ഓരോ ചുറ്റുപാടോണ്ടേ. കുട്ടി എവിടെ എന്നിട്ട്? കുട്ടീനോള് കുളിപ്പിച്ചാൻ കൊണ്ടേനി. എപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ കുത്തിരിക്കും ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞങ്ങാണ്ട്. നിങ്ങൾ വരി തന്നെ. തോനെ വളം വെച്ച് കൊടുക്കണ്ടട്ടോ, ജന കുടുങ്ങ. ഏതായാലും വന്ന് നന്നായി. നടക്ക്, ഞാൻ ശരിയാക്കി തരാം. നടക്കാനിട്ട് വരി. ഉറങ്ങി ഏതായാലും. റസ്യ, അമ്മായി എപ്പോഴാ വരുന്നത്? ഞാൻ ഇപ്പൊ വന്ന് ഇങ്ങോട്ട് കയറണുള്ളൂ. പിന്നെ അതുമല്ല ആയിസ, കൊറേ ദിവസമായി ഞാൻ കുട്ടിനെ കാണാൻ വരണം. അന്ന് പെട്ടെന്ന് കണ്ടതല്ലേ. പിന്നെ ഇങ്ങനെ വരണം വിചാരിച്ച് ഓരോ തിരക്കും ഇതായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും. ഉറങ്ങാല്ലേ കുട്ടി? കുട്ടി ഉറങ്ങി, ഇപ്പാണ്ട് ഉറങ്ങിയിട്ടുള്ളു. കുളിപ്പിച്ചുങ്ങാണ്ട് അങ്ങനെ ഉറക്കിയതാ. എത്താപ്പത്, കുട്ടിക്കൊത്ത് തിന്നാനും കുടിച്ചാനും ഒന്നും കൊടുക്കലില്ലേ? എത്താണ് അതിന്റെ കോലം? അന്ന് കണ്ടപ്പോ എന്തോ ഒരു ചൊറുക്കുണ്ടായിന് കുട്ടിയാണ്. ഇപ്പൊ അങ്ങോട്ട് എല്ലും കോലും അയക്കണ്, ആ നിറക്കെ പൊയ്ക്കണ്. എത്തത് ഇങ്ങനെ അയക്കണത്? അതിന്റെ താത്ത പറയാണ്ടോ, ഇത് പെട്ടെന്ന് എന്തോ ഒരു ചൊറുക്കേനി കാണാന്. പിന്നെ ആണെങ്കിൽ പെറ്റിട്ട് ഓളെ വീട്ടിക്കല്ലേ കൊണ്ടുപോയത്. ഒരു നോട്ടം കാര്യം ഒന്നും ഒരു ശരിയില്ല. ഇപ്പൊ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഞാൻ കാണുന്നുണ്ടല്ലോ ഇപ്പൊ നോട്ടം. കുട്ടികളെ നോക്കുമ്പോൾ നോക്കിയാൽ നല്ല ഇതില്ലാകും. ഇത് ഓക്ക് ആർക്കോ മാണ്ടി ഇങ്ങനെ കാട്ടും. ഇപ്പൊ തന്നെ നേരം വെളുത്ത ഈ കുട്ടിന്റെ പേരും പറഞ്ഞ് ഗോള് കിടന്നുറങ്ങും. എന്നിട്ട് ഞാൻ മുട്ടി വിളിച്ചാണ് റസ്യ നീച്ചടി ഇറങ്ങാണ്ട്. പിന്നെ എത്താ കാട്ട? ഇപ്പൊ നോക്കി നിങ്ങള് അസ്രാങ്ക് കൊടുക്കാനിരിക്കണ്. എന്നിട്ടോ ഈ പെണ്ണ് തിന്ന് കുടിച്ചെന്തെങ്കിലും ചെയ്തിക്കണോ? ഈ കാഞ്ഞ പള്ളിയും വെച്ചിങ്ങാണ്ട് കൊടുത്തിക്കണെങ്കിൽ എന്തേക്കാരം പാല്. എത്ര പറഞ്ഞാലും മനസ്സിലാകൂലാത്ത. പിന്നാണെങ്കി നിങ്ങളോട് പറയുകയാണെങ്കിൽ കുഞ്ഞോളെ ചെറുതിനിപ്പോ 1 വയസ്സ് ഇപ്പൊ കഴിഞ്ഞ മാസത്തേക്ക്. എന്നിട്ട് നോക്കാണ് നിങ്ങള്, ജനിച്ചപ്പോ അത്ര ഒരു ഇതൊന്നുമില്ലേനി. ഓളെ നോട്ടം കൊണ്ടാണ്ട് ചൊറുക്കാണ്. ഇപ്പൊ കണ്ട് എല്ലാരും നോക്കും. അങ്ങനത്തെ ചൊറുക്ക. മൂത്തതാണെങ്കിലും അതേമാതിരി ചെറുതാണെങ്കിലും അത് നോക്കണ്ടേ മരിക്ക് നോക്കിയാ ഏത് കുട്ടികളാണെങ്കിലും ശരിയാകും. ഇവളെ നോട്ടൊന്നും ശരിയില്ല. പിന്നെ ഞാൻ എത്തും പറയില്ല. എന്തെങ്കിലും പറഞ്ഞ അത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഇത് വേഗം കുളി വെച്ചിങ്ങാണ്ട് പോരാ നോക്ക്. ചോറ് വെച്ചണ്ടേ? ഞാൻ കാഞ്ഞ പള്ളിയും വെച്ചിങ്ങാണ്ട് അതിന് പാൽ കൊടുക്കും. അങ്ങനെ ഓരോ മീനുണ്ടാക്കാനായിട്ട്. ഞാൻ എന്നിട്ട് ഓനോട് പറയും ചേച്ചു, ഏതെങ്കിലും ഒരു ഡോക്ടറെ ഏതെങ്കിലും കാട്ടാൻ. ഞാൻ കുട്ടിന്റെ കോലം കണ്ടില്ല നിങ്ങൾ? എത്താണ് എന്റെ കോലത്തിലെല്ലാം നോട്ടം. എന്തായാലും റസിയ, കുട്ടിനെ നല്ലോണം നോക്കിക്കോണ്ടി. ഞാൻ എന്റെ മക്കളോടൊക്കെ പറയല അങ്ങനെ. ആരും ഇക്കൊലത്തിലാക്കാൻ ഞാൻ സമ്മതിച്ചലില്ല. കുറച്ചെങ്കിലും ഒരു ഇത് മാണ്ടേ? എത്താപ്പ അതിന്റെ കോലം. അന്ന് എന്തോ ഒരു ചൊറുക്കേനി. ഓളാണെങ്കിലും പറ്റതേക്കണില്ലേ. ഒരു പെട്ടിച്ചമാർക്ക് തോന്നണില്ലല്ലോ. തിന്നാനും കാട്ടാനും കൊടുത്തിട്ടില്ലേനാവോ? എത്താണാവോ? രണ്ടും കോലം കെട്ടിക്കണം. എന്തായാലും പെട്ടിച്ച പെണ്ണുങ്ങളെ എങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു തടിയും ഒരു ഇതൊന്നും വന്നിട്ടില്ല ഓളാണെങ്കിലും. ഏതായാലും വേഗം കുളിച്ചും കണ്ട് തിന്നാൻ നോക്ക്.
അല്ല നിങ്ങൾ ചോറ് നിന്നിട്ടില്ലല്ലോ, നിങ്ങൾ പോരി. ഓളെ കൂളി നാനയൊക്കെ കഴിയുമ്പാക്കിനി അസറാങ്കല്ല അതിലേറെ അപ്പുറം കൊടുക്കും. നിങ്ങൾ പോരി, നമുക്ക് ചോറ് കഴിച്ചാ. ഞാൻ പോരാ നേരത്തെ കടിയുന്നതാ, പിന്നെ ചോറ് കഴിച്ചാച്ചത്. എന്നിട്ട് തല തിന്ന നോക്കിക്കൂട്. എന്തിനാ വിലക്ക് വന്നില്ല കുറ്റം പറയാൻ നിക്കണം? ഇതൊരു കാര്യം ആരും മനസ്സിലാക്കണില്ലല്ലോ. നേരെ വെളുക്കണ് വരെ കൂട്ടി ഉറങ്ങണില്ല. ആരെങ്കിലും ഒന്ന് കേട്ടി നോക്കും, അത് ചെയ്യില്ല. എന്നിട്ട് രാവിലെ മുതൽക്ക് ഞാൻ ഇവിടെ കിടന്ന് പണിയെടുക്കണം. ഇങ്ങനെ ഒരു മനുഷ്യനെ ഉറങ്ങാതെ ഇത്രയും ദിവസം നിൽക്കും. വീട്ടിൽ പോകാൻ പറഞ്ഞ അതിന് വിടൂല. അറിയില്ല എന്താ ചെയ്യാ. അപ്പോൾക്ക് നീച്ച് എനിക്കൊന്ന് ഉറങ്ങിക്കൂടെ കുട്ടിയെ? ഒരു കുട്ടി കാരണോ? ഇതെന്തൊരു കഷ്ടമാണ് റബ്ബേ. എനിക്കത് ഉറങ്ങാൻ അറിയില്ല കുട്ടിയെ. 24 മണിക്കൂർ ഞാൻ കരഞ്ഞോണ്ട് നിന്നോളും. രാത്രി മനസ്സിന് സൗകര്യം തരുന്നില്ല. ഒന്നും കരയല്ലേ. രാത്രി മൊത്തം ബാക്കിയുള്ളവര് ഉറക്ക വെച്ചിങ്ങോട്ട് നോക്ക. എന്നാലോ അതിൻ്റെ അത് കാണാൻ ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. എന്നിട്ടിപ്പോ വന്ന് ഇങ്ങോട്ട് പറഞ്ഞു പോയത് കേട്ടില്ല. ഞാൻ പോലെ എടുക്കണില്ല, അതും എടുക്കില്ല. പിന്നെ ആരെവിടെ നോക്കല്? നേരം വെളുക്കണവരെ ഞാനാ നോക്കുന്നത്. ആരെങ്കിലും ഒന്ന് കരച്ചിലിട്ട് വന്ന് നോക്കോ? അതില്ല. കുറ്റം പറയാൻ 100 നാവും. വരുന്നവനോടും പോണവനോടും നാട്ടുകാരോടും ഒക്കെ കുറ്റം പറയുന്നേ. എന്താ ഞാൻ ചെയ്തോണ്ട് ഇങ്ങനെ കാട്ടാൻ? ഒന്നും തീർത്തല്ലേ കരച്ചില്ലേ? കുറെ നേരെ കരയാൻ തുടങ്ങിയിട്ട്. നിർത്ത് കരച്ചില്ലേ, കരച്ചില് നിർത്ത്. ഇതുള്ളോണ്ടല്ലേ പ്രശ്നം? എല്ലാവർക്കും ഇതുകൊണ്ടല്ലേ കുഴപ്പം? ഇത്രയും കുറ്റം വരുന്നത് ഇതുള്ളോണ്ടല്ലേ? നീ വേണ്ട കരച്ചില് ഇന്നത്തോടെ നിർത്തി തരാം.